അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറിയ ചെറിയ പദ്യങ്ങൾ നമ്മളെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുമല്ലോ അല്ലേ. തഴവ ഉസ്താദിൻ്റെ ഒരു ബൈത്ത്, പാരിൽ നിനക്കുണ്ടോ ഹബീബേ സീറ്റ്, പോയി കഴിഞ്ഞാൽ തമ്പുരാനെ കാറ്റ്. ഈ ദുന്യാവിൽ നിനക്ക് ഈ കുതുകുലൊക്കെ നടക്കണം എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് കാറ്റുണ്ടായതുകൊണ്ട്, ഈ മൂക്കിലൂടെ ഇങ്ങനെ ശ്വാസം വിടണോണ്ടാ. ഇതങ്ങ് നിലച്ചാൽ നിനക്കൊരു സീറ്റുമില്ല. ആ ഒരു ചിന്ത നമ്മളെ വല്ലാതെ, ചിന്തിക്കുന്നവർക്ക് അതൊരു വലിയ പാടാണ്. ചിന്തിക്കാൻ പഠിപ്പിച്ച മതമാണല്ലോ ഇസ്ലാം. അഫലാ തഅഖിലൂൻ അഫലാ തതദബ്ബറൂൻ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് ഇലസ്സമായി കൈഫ റുഫിയത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചിന്തിപ്പിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇതങ്ങ് വിശ്വസിച്ചോ എന്ന് പറഞ്ഞതല്ല, ഇത് ഉൾക്കൊണ്ടോ, എന്നിട്ട് ചിന്തിച്ച് നീ മനനം ചെയ്ത് നന്നാക്കിയെടുക്കാൻ നോക്ക്. ബുദ്ധിമാന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ മതമാണ് ഇസ്ലാം. മോറിസ് ബുക്കായും രാജാ ഗരോഡിയൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് വലിയ വലിയ ബുദ്ധിമാന്മാർ ഇസ്ലാമിനെ ആകർഷിച്ചിട്ടുണ്ട്. ചിന്തിക്കാൻ കഴിവുള്ളവർക്കും ഇസ്ലാം വലിയ പാഠമാണ്. പക്ഷേ നമ്മളിതാണ് ചിന്തിക്കേണ്ടത്. പാരിൽ നിനക്കുണ്ടോ ഹബീബേ സീറ്റ്, നിൻ്റെ കാറ്റങ്ങ് പോയി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ എന്ത് സീറ്റാണ് കിട്ടുക? അത് ചിന്തിക്കാൻ മനുഷ്യന് കിബിറ് വരില്ല. അത് ശരിക്കും നമ്മൾ ഉൾക്കൊണ്ടാൽ നമുക്കൊരിക്കലും കിബിറുണ്ടാവാനും പറ്റില്ല, ഹസദ് ഉണ്ടാകാൻ പറ്റും. നമ്മുടെ അമലുകളൊക്കെ നശിപ്പിച്ച് കളയുന്ന ആലിമീങ്ങളെ കുറ്റം പറയുക, ബാഡ് കമൻറ്റുകൾ ഇടുക, ബാഡായിട്ട് ചിന്തിക്കുക, ഞാൻ വലിയ എല്ലാം തിരിയുന്ന ആളാണെന്ന് വെക്കുക, ദീനേക്കാൾ കൂടുതൽ രാഷ്ട്രീയത്തിന് പ്രാമുഖ്യം കൊടുക്കുക. ഇതൊന്നും ഈ ഒരൊറ്റ ചിന്ത നമ്മുടെ കൽബിലുണ്ടെങ്കിൽ വരൂല. ലൈഫ് ഈസ് മോർട്ടൽ ബട്ട് ആഫ്റ്റർ ഡെത്ത് ഈസ് ഇമ്മോർട്ടൽ. ഇമ്മോർട്ടലായ ജീവിതത്തിലേക്കാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുന്നൊരു മനുഷ്യന് ഒബിൽ ആഖിറത്തിഹും യൂഖിനൂൻ, അന്ത്യനാൾ കൊണ്ട് അചഞ്ചലമായി വിശ്വസിക്കുന്നൊരു മുത്തഖിയായ മനുഷ്യന് ഒരിക്കലും കിബിറുണ്ടാവില്ല. കിബിറ് എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടാ നീ മുൻ തുള്ളി പിഞ്ചോരക്കട്ട, പിന്നിന്ന് കാട്ടം ചുമന്നൊരു കൊട്ട, പന്തം പിടിച്ചാൽ ഫജ്റാമ പൊട്ട. ഷുജായി മൊയ്തു മുസ്ലിയാരെ പാട്ട് എന്താ അർത്ഥമെന്നറിയോ? പൊട്ട, നീ ഒരു കാലഘട്ടത്ത് മാതാപിതാക്കളെ ഇന്ദ്രിയത്തുള്ളിയായി, അത് രക്തക്കട്ടയായി മാംസക്കട്ടയായി ഇങ്ങനെ കയ്യും കാലും ഒക്കെ വന്ന് ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, അല്ല ചൊവ്വായിട്ട് ഇങ്ങോട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ വയറ്റിൽ കാഷ്ടമാണ്. കാഷ്ടം ചുമന്ന് നടക്കുന്ന കൊട്ടയാണ് നീ. നമ്മളെ വയറ്റിൽ കാഷ്ടം ഉണ്ടായത് കൊണ്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്, ഓടുന്നതൊക്കെയെന്ന് ശാസ്ത്രം പറയണത്. കാഷ്ടം ഒന്നാകെ കംപ്ലീറ്റ് അങ്ങോട്ട് അടുപ്പിച്ച് വയറ്റി നോക്കാണ്ട് പിടിച്ചാൽ കുഴഞ്ഞു വീഴും. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഗ്ലൂക്കോസ് കയറ്റേണ്ടി വരും. വലിയ പ്രശ്നമല്ലേ? അപ്പോൾ കാഷ്ടം വയറ്റിലുണ്ടായത് കൊണ്ടാണ്. അപ്പോൾ കാഷ്ടം ചുമന്ന് നടക്കുന്നൊരു കൊട്ടയാണ് നീ. മൊബൈൽ ലാട്രീൻ എന്ന് പറയാം, സഞ്ചരിക്കുന്ന കക്കൂസ്. അതാണല്ലോ മനുഷ്യൻ. പിന്നെ അവനക്ക് എങ്ങനെ കിബിറുണ്ടാവാൻ പറ്റുക? കിബിർ എന്ന സാധനം ഒരല്പം പോലും നമ്മുടെ കൽബിലില്ലാതിരുന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒരല്പം കിബിർ കൽബിലുണ്ടെങ്കിൽ നരകത്തിൽ സീറ്റ് റിസർവഡ് ആണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതിന് കുറച്ച് പണിയുണ്ട്. ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. ഉണ്ടാവാതിരിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. ഈ ചീത്ത പറയുക, വഴക്ക് പറയുക, ഭാര്യമാരോടും അതുപോലെ മക്കളോടും എല്ലാവരോടും കുടുംബത്തോടും കണ്ടവരോടൊക്കെ വഴക്ക് പറയുന്നവർക്ക് കിബിർ വരും. കാരണം അവരുടെ ചിന്ത, അവർ ചിന്തിക്കുന്നത് മാത്രമാണ് ശരിയെന്നാണ്. ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. ഉദാഹരണത്തിന്, ഒരു പേപ്പറിൽ 9 എന്നിട്ടാൽ 2 സൈഡിലും 2 ആൾ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന വ്യക്തി പറയുന്നത് 9 ആണെന്ന്, ഇപ്പുറത്ത് നിൽക്കണവൻ പറയും 6 ആണെന്ന്. വഴക്കൂടുകയാണ്. 9ഉം 6ഉം പറഞ്ഞിട്ട് വീട്ടിലാകെ ബഹളം, വഴക്ക്.
അവസാനം ഈ നിൽക്കുന്ന വ്യക്തിയുടെ 9 പറഞ്ഞ വ്യക്തിയുടെ ഭാഗത്തേക്കൊന്ന് പോയി നോക്കിയപ്പോൾ ശരിയാണ്. അതേപോലെ 9 പറഞ്ഞ ആൾ 6ൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഒരാളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തും സത്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മളെ കിബിർ നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയൊരു വഴി. പിന്നെ ഹസദ് ആകെ പടർന്ന് പിടിച്ചിരിക്കുകയാണ്. ഉദാഹരണം, നമ്മളെ വീട്ടിലൊക്കെ കറണ്ട് പോയാൽ ഭയങ്കര ബേജാറ്, പഠിച്ചോനെ കറണ്ട് പോയല്ലോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലും പോയിട്ടുണ്ട്, ഓ സമാധാനമായി. അപ്പുറത്തെ വീട്ടിൽ പോയതുകൊണ്ടാണ് എനിക്ക് സമാധാനമായത്. ഇവൾക്ക് നമ്മൾ സ്ത്രീകളെ ചില അവസ്ഥകൾ അങ്ങനെ കാണാറുണ്ട്. ഹസദ് വരരുത് കൽബിൽ അല്പം പോലും. അതിനൊക്കെ പറ്റിയ മനസ്സ് പാകപ്പെടുത്തിയെടുക്കണം. കൽബിനെ അങ്ങനെ റെഡിയാക്കി നിർത്തണം. മനസ്സിലായോ? പരിശുദ്ധ റമളാൻ മാസത്തിൽ നൽകുന്ന വലിയ സന്ദേശം ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും നൽകുന്നൊരു വസിയത്താണിത്. ഞാൻ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയണില്ല. പറ്റണവർ ചെയ്തോളി, അല്ലാത്തവർ വേണ്ട. ബെൽ ബട്ടൺ അമർത്തണം. എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്, പക്ഷെ ഞാനത് പറയാറില്ല. കാരണം എന്താ അറിയോ, അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് നിറയണമെന്ന് എനിക്കില്ല. ആഗ്രഹമുള്ളവർ, എൻ്റെ വാക്കുകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അമർത്തുക എന്നല്ലാതെ എല്ലാവരെക്കുറിച്ചും ഇങ്ങനെ അടുത്തനേന്ന് ഇപ്പോൾ ഇങ്ങനെ പറയുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ പറഞ്ഞിട്ടുമില്ല. പറ്റുന്നവരൊക്കെ ചെയ്യുക ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ ദുആ വേണം എനിക്ക്, അതിനാണ്. എല്ലാവരും കാര്യമായി ദുആ ചെയ്യണം. എല്ലാവരും കാര്യമായി നല്ലോണം ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മളൊക്കെ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഒരുമിച്ച് കൂടുമ്പോൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ. എത്രയോ ഖബറുകളാണ് ഇവിടെ ഉണ്ടെന്നറിയോ? ഞാൻ പള്ളിപ്പറമ്പിൻ്റെ ഭാഗത്തായി ഇപ്പോൾ ഉള്ളത്. എത്ര ഖബറുകളാണ്. നമ്മുടെ മാതാപിതാക്കളും വന്ന് മുൻകഴിഞ്ഞവരൊക്കെ പോയി കിടക്കുകയാണ് അവർ. അല്ലാഹു തആല നമ്മിൽ നിന്ന് മറഞ്ഞു പോയ എല്ലാവർക്കും അല്ലാഹു ഖബറിടം സ്വർഗ്ഗപ്പൂങ്കാവനമാക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.